മനുഷ്യർ രണ്ട് തരക്കാരുണ്ട്. ഒന്ന് പ്രതിസന്ധികളെ ധീരതയോടെ നേരിടുന്ന ശുഭാപ്തി വിശ്വാസികൾ. മറ്റൊന്ന് പ്രതിസന്ധികൾക്ക് മുമ്പിൽ പതറുന്ന നിരാശാമനസ്കർ. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള തന്റേടമില്ലെങ്കിൽ നാം പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിസന്ധികളെ വെല്ലുവിളികളായി സ്വീകരിച്ച് അവയെ അഭിമുഖീകരിക്കുവാനുള്ള ആത്മധൈര്യവും സ്വാശ്രയത്വവും നാം ആശ്രയിക്കണം. ഒരു പ്രതിസന്ധിയെ നാം തരണം ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കഴിവുകൾ നമ്മിൽ വികസിച്ചു എന്നാണ് അർത്ഥം. കഴിവുകളുടെ വികസനമാണ് വ്യക്തിത്വത്തിന്റെ വളർച്ച. അതുകൊണ്ട് തന്നെ നമ്മുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഉപകരിക്കുന്ന ജീവിതത്തിലെ ഒരു പ്രതിഭാസമായി പ്രതിസന്ധികളെ നാം കാണേണ്ടിയിരിക്കുന്നു. പ്രതിസന്ധികൾ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. അത്തരം സന്ദർഭങ്ങളിൽ സമചിത്തതയോടെ അതിന്റെ കാരണത്തെക്കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ അനുഭവജ്ഞാനത്തിനും യുക്തിക്കും യോജിക്കുന്ന തരത്തിലുള്ള പരിഹാരം കണ്ടെത്തി അത് പ്രായോഗികമാക്കുവാനുള്ള ധൈര്യം നാം പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്. മനസ്സിന്റെ പക്വത, ധീരത, പ്രത്യാശ ഇവ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ഉതകുന്ന ഒറ്റമൂലികളാണ്. കണ്ടെത്തിയ പരിഹാര മാർഗങ്ങൾ വിജയപ്രദമാകുന്നില്ലെങ്കിൽ പ്രശ്ന പരിഹാര മാർഗങ്ങൾ വേറെയും പരീക്ഷിക്കേണ്ടതാണ്. ഹെലൻ കെല്ലർ ഇപ്രകാരം പറഞ്ഞു: സന്തോഷത്തിന്റെ ഒരു വാതിൽ അടയുമ്പോൾ വേറൊന്ന് തുറക്കുന്നു. പക്ഷേ നാം അടഞ്ഞ വാതിലിന് നേർക്ക് നോക്കി നിൽക്കിയാൽ നമുക്ക് വേണ്ടി തുറന്ന വാതിൽ കാണാൻ കഴിയുന്നില്ല. സന്തോഷത്തിന്റെ ഒരു വാതിൽ അടയുമ്പോൾ വേറൊന്ന് തുറക്കുന്നു. പക്ഷേ നാം അടഞ്ഞ വാതിലിന് നേർക്ക് നോക്കി നിൽക്കിയാൽ നമുക്ക് വേണ്ടി തുറന്ന വാതിൽ കാണാൻ കഴിയുന്നില്ല.